സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ റിസൾട്ടുകളൊക്കെ തന്നെ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഇൻവേർട്ടിബിൾ ആവുന്നത് എപ്പോഴാണ് എന്ന ഡെഫിനിഷനും അങ്ങനെ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടുകളോട് സാമ്യമുള്ളതുമായിരിക്കും. അപ്പോൾ എ ഒരു ബനാക് ആൾജിബ്ര ആണെന്ന് കരുതുക. അങ്ങനെ ആ ബനാക് ആൾജിബ്രയിലെ ഒരു എലമെന്റ്, അപ്പോൾ ബനാക് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റൽ ബനാക് ആൾജിബ്രയാണ്. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. ഇ ആണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് കരുതുക. ആ ബനാക് ആൾജിബ്രയിലെ ഒരു എലമെന്റിനെ നമ്മൾ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയുന്നത്, അതിൽ തന്നെ ആ ബനാക് ആൾജിബ്രയിൽ തന്നെ നമുക്ക് ഒരു എലമെന്റ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവണം, സച്ച് ദാറ്റ് എക്സ് ഇൻവേഴ്സ് എന്നതും എക്സ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ ഇ ആയിരിക്കണം. എങ്കിൽ എക്സിനെ ഒരു ഇൻവേർട്ടിബിൾ എലമെന്റ് ആണ് എന്ന് നമ്മൾ പറയും. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഇതിന് സമാനമായ റിസൾട്ട് ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് ഒരു ഓപ്പറേറ്ററിന്റെ നോം ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ മൈനസ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്നും ഐ മൈനസ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ റേസ് ടു കെ ആണ്. അതായത് ഐ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ് എന്നുള്ള റിസൾട്ട് നമ്മൾ ഇൻവേർട്ടിബിൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ കാണുകയുണ്ടായി. എക്സാക്ട്ലി അതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്പറേറ്ററിന് പകരം ബനാക് ആൾജിബ്രയിലെ എലമെന്റ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇഫ് x is an element of a unital Banach algebra with norm x less than 1, then e minus x will be invertible and the inverse of e minus x will be e plus x square plus etc. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോം എക്സ് റേസ് ടു കെ, ഇപ്പം നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോം എക്സ് ഇൻറ്റു എക്സ് ആണ്. ബനാക് ആൾജിബ്ര ആയതുകൊണ്ട് നോമിന് സബ് മൾട്ടിപ്ലിക്കേറ്റിവിറ്റി ഉണ്ട്. അതായത് നോം എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം എക്സ്. അതായത് നോം എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ. സോ ഫോർ എവറി കെ നമുക്ക് കിട്ടും നോം എക്സ് റേസ് ടു കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഓൾ റേസ് ടു കെ എന്ന് കിട്ടും. ആൻഡ് ദ അസംഷൻ ഈസ് ദാറ്റ് നോം എക്സ് ഈസ് ലെസ് ദാൻ 1. നോം എക്സ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ബി 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു കെ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് ബേസിക് റിയൽ അനാലിസിസിൽ നിന്ന് അറിയാം. അതുകൊണ്ട് norm x power k tends to 0 as k tends to infinity since norm x is less than 1. അപ്പോൾ അതിൻ്റെ അർത്ഥം norm of x power k converges to 0 as k tends to infinity, which shows that x raised to k converges to 0. So this convergence is in the Banach algebra. x raised to k എന്ന് പറയുന്നത് Banach algebraiലെ ഒരു എലമെന്റ് ആണ്. 0 എന്ന് പറയുന്നത് ആ ബനാക് ആൾജിബ്രയിലെ അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഈ നോം എക്സ് റേസ് ടു കെ നമുക്ക് നോം എക്സ് റേസ് ടു കെ മൈനസ് 0 എന്ന് എഴുതാലോ. അതുകൊണ്ടാണ് എക്സ് റേസ് ടു കെ കൺവേർജസ് ടു 0 ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ ആഗ്രഹം ഈ ഇ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന അതൊരു സീരീസ് ആണ്. ബനാക് ആൾജിബ്രയിലെ എലമെന്റ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള സീരീസ് ആണ്. ആ സീരീസ് കൺവേർജന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അത് സീരീസിന്റെ സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സം, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിലെ nth ടേം, അതായത് nth പാർഷ്യൽ സം എടുക്കുന്നു. സിഗ്മ കെ ഈക്വൽ ടു 0 to n എക്സ് റേസ് ടു കെ. ഇതേ പ്രൂഫ് തന്നെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിലും ചെയ്തത്. നമ്മുടെ ക്ലെയിം എസ് എൻ എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്, ബനാക് ആൾജിബ്രയിൽ ഒരു കോഷി സീക്വൻസ് ആണ് എന്നാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. എം ഗ്രേറ്റർ ദാൻ എൻ എടുക്കുക. അപ്പം എസ് എൻ എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് എക്സെട്ര എക്സ് റേസ് ടു എന്നും, എസ് എം എന്ന് പറഞ്ഞാൽ എം ഗ്രേറ്റർ ദാൻ എൻ ആണ് എടുത്തിട്ടുള്ളത്. ഇ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു എൻ പ്ലസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു എം എന്ന് കിട്ടും. അതായത് എസ് എം മൈനസ് എസ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു എം എന്ന് കിട്ടും. അതിൻ്റെ നോം നമുക്ക് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് നോം എക്സ് റേസ് ടു എം എന്ന് കിട്ടും. റിമെമ്പർ, നമുക്ക് ഈ നോം എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ഒരു കൺവേർജൻ സീരീസ് ആണ്. അതിൻ്റെ അർത്ഥം നോം എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ഒരു കോഷി സീരീസ്, നോം എക്സ് റേസ് ടു കെ എന്ന് പറയുന്നൊരു സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി നോം എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ഒരു കൺവേർജൻ സീരീസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുത്തു കഴിഞ്ഞാൽ അത് കൺവേർജൻ്റ് ആയിരിക്കും, അത് കോഷി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നോം എക്സ് റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് നോം എക്സ് റേസ് ടു എം ആസ് എം കോമ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആ കൺവേർജൻ സീരീസിൻ്റെ ടെയിൽ ആയിരിക്കും. സോ ടെയിൽ കൺവേർജസ് ടു 0 എന്ന് നമുക്ക് കിട്ടും. അതായത്
നമ്മുടെ ക്ലെയിം ഹോൾഡ് ചെയ്യും. SN ഒരു കോഷി സീക്വൻസിൻ്റെ ബനാക് ഓൾജിബ്ര A എന്ന് കിട്ടും. അത് ബനാക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ SN എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം E + X + X² + എക്സെട്ര എന്ന് പറയുന്ന ആ സീരീസ് കൺവേർജൻ്റ് ആണ്. അതിനൊരു സം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി എന്താണ് ആ സം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, SN-നെ E - X കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. E - X × SN എന്ന് പറഞ്ഞാൽ E - X × E + X + എക്സെട്ര + X⁻n. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് E - X⁻n+1 കിട്ടും. ബാക്കി എല്ലാ ടേമുകളും ഇൻ ബിറ്റ്വീൻ ടേമുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് E - X⁻n+1 കിട്ടും. ഓൾറെഡി നമുക്കറിയാം X⁻k ടെൻസ് ടു 0 ആസ് k ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. സോ E - X⁻n+1 ടെൻസ് ടു E ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതുപോലെ തന്നെ SN × E - X-ഉം നമുക്ക് കൺവേർജസ് ടു E ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN × E - X എന്നുള്ളതും E ആണ്. E - X × ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN എന്ന് പറയുന്നതും E തന്നെയാണ്. കാരണം SN × E - X-ഉം ഇയിലേക്ക് കൺവേർജ് ചെയ്യുന്നു, E - X × SN-ഉം ഇയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ E - X-നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും E കിട്ടും. E - X-നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് E കിട്ടും. അതിൻ്റെ അർത്ഥം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN എന്ന് പറയുന്നത് E - X-ൻ്റെ ഇൻവേഴ്സ് ആണ് എന്നുള്ളതാണ്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN എന്ന് പറയുന്നതാണ് സിഗ്മ k = 0 to ∞ X⁻k എന്ന് പറയുന്നത്. Is that okay? Yes, sir. Yes, sir. Now, പിന്നെ നമ്മൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൽ, ഇൻവേർട്ടിബിൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടിബിൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററും നോം B <1 / നോം A ഇൻവേഴ്സ് ആണെങ്കിൽ A - B എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇങ്ങനെ അത് പ്രൂവ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഈ കേസിൽ ബനാക് ഓൾജിബ്രയുടെ കാര്യത്തിലാവുമ്പോൾ X ഒരു ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആണെന്ന് കരുതുക. Y എന്ന് പറയുന്നത് ആ ബനാക് ഓൾജിബ്രയിലെ ഒരു എലമെൻ്റ് ആണ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ നോം Y <1 / നോം X ഇൻവേഴ്സ്. ദെൻ X - Y ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, സോ നമുക്ക് പ്രൂഫ് ഇങ്ങനെയാണ്. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെയാണ്, അതേ സ്റ്റൈലിൽ തന്നെയാണ് പ്രൂഫ്. X - Y എന്നുള്ളതിനെ നമുക്ക് X-നെ നമുക്ക് X.E അല്ലെങ്കിൽ X × E എന്ന് എഴുതാം. Y-യെ നമുക്ക് E.Y എന്ന് എഴുതാം. ആ ഇക്ക് പകരം X.X ഇൻവേഴ്സ്. X ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് X.X ഇൻവേഴ്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രകാരം ബനാക് ഓൾജിബ്രയുടെ പ്രോപ്പർട്ടിയാണ് X.E - X ഇൻവേഴ്സ് Y എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഈ X ഇൻവേഴ്സ് Yയുടെ നോം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സബ് മൾട്ടിപ്ലിക്കേറ്റിവിറ്റി പ്രകാരം നോം X ഇൻവേഴ്സ് × നോം Y. നമ്മുടെ അസംഷൻ പ്രകാരം നോം X ഇൻവേഴ്സ് × നോം Y സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. അപ്പോൾ X ഇൻവേഴ്സ് Y ഈസ് എൻ എലമെന്റ് ഇൻ എ ബനാക് ഓൾജിബ്ര ഹൂസ് നോം ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. അതിൻ്റെ അർത്ഥം E - X ഇൻവേഴ്സ് Y എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളതാണ്, നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ നമുക്ക് X-ഉം ഇൻവേർട്ടിബിൾ ആണെന്നറിയാം, E - X ഇൻവേഴ്സ് Yയും ഇൻവേർട്ടിബിൾ ആണ് എന്നറിയാം. അതുകൊണ്ട് നമുക്ക് X × E - X ഇൻവേഴ്സ് Yയും ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടും. അതായത് X × E - X ഇൻവേഴ്സ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് X - Y എന്നുള്ളത്. അപ്പോൾ നമുക്ക് X - Y എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം ദ സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ എലമെന്റ്സ് ഓഫ് എ ബനാക് ഓൾജിബ്ര ഈസ് ആൻ ഓപ്പൺ സെറ്റ്. അത് നമ്മൾ ഓൾറെഡി ആക്ച്വലി ഈ ഒരു ബനാക് ഓൾജിബ്രയിലെ എല്ലാ ഇൻവേർട്ടിബിൾ എലമെന്റ്സും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ എലമെന്റ്സ് ഓഫ് എ ബനാക് ഓൾജിബ്ര ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അവിടുത്തെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനോട്
അത് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് അണ്ടർ ദ കോമ്പോസിഷൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ഫോംസ് എ ഗ്രൂപ്പ്. അത് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം this is what I wish to prove. The set of all invertible elements of a Banach algebra forms a group under multiplication അല്ലെങ്കിൽ under the product multiplication എന്ന് പറയാം, കുഴപ്പമില്ല. Banach algebra ആകുമ്പോൾ അതിനകത്ത് നമ്മൾ 3 ഓപ്പറേഷൻസ് ആണല്ലോ പറയുന്നത്, അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും പിന്നെ പ്രോഡക്റ്റും. ആ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഇത് തീർച്ചയായിട്ടും നോൺ എം ടി ആയിരിക്കും. ഈ സെറ്റ് എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കും. കാരണം എന്താ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇൻവേർട്ടിബിൾ ആയിട്ടുണ്ടാവും. ഏതായിരിക്കും അയാൾ? എക്സാക്ട്ലി, ഇ എന്ന് പറയുന്ന യൂണിറ്റ് തീർച്ചയായിട്ടും ഇൻവേർട്ടിബിൾ ആയിരിക്കും. കാരണം അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെ. ഇ ഡോട്ട് ഇ എന്ന് പറയുന്നത് ഇ ആയതുകൊണ്ട് ഇ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പാണല്ലോ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ച് അസോസിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. കാരണം ഇത് ബേസിക്കലി ബനാക് ആൾജിബ്രയുടെ സബ്സെറ്റ് ആണ്. ബനാക് ആൾജിബ്രയിലെ എല്ലാ എലമെന്റ്സിനും അസോസിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻ പെർട്ടിക്കുലർ ഈ സബ്സെറ്റിനും അസോസിയേറ്റിവിറ്റി ഉണ്ടാവും. ഇനി എക്സും വൈയും ഇൻവേർട്ടിബിൾ ആണെന്ന് കരുതുക. എക്സ് ആൻഡ് വൈ ബി ഇൻവേർട്ടിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് വൈ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും എക്സ് വൈയുടെ ഇൻവേഴ്സ്? y ഇൻവേഴ്സ് x ഇൻവേഴ്സ്. അതെ, അത്രേ ഉള്ളൂ. എക്സ് വൈയെ നമ്മൾ y ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസോസിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ട് സൈഡിലും y ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ y ഇൻവേഴ്സ് ഇ, എക്സ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഇ ആണ്. അതായത് y ഇൻവേഴ്സ് വൈ എന്ന്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, അസോസിയേറ്റിവിറ്റി ഉണ്ട്. പിന്നെ നമുക്കറിയാം എക്സ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻവേഴ്സ് ഉണ്ടെന്നാണല്ലോ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആയിരിക്കും. കാരണം ഈ എക്സ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമാണ്. ദ സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ എലമെന്റ്സ് ഓഫ് എ ബനാക് ആൾജിബ്ര ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. ഓൾജിബ്രായിക് പ്രോപ്പർട്ടിയേക്കാൾ ഉപരിയായിട്ട്. ഓൾജിബ്രായിക് പ്രോപ്പർട്ടി പറഞ്ഞു എന്ന് മാത്രം. ഇത് ഈ ഗ്രൂപ്പ് ഒരു ഓപ്പൺ സബ്സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ്. ഇവിടെ നമുക്ക് അതുപോലെ കാണാൻ പറ്റും. അതായത് ഒ എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഒ ബി ദ സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ എലമെന്റ്സ് എന്നുള്ളത് എടുക്കുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒയിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെന്ന് തെളിയിക്കണം. അതായത് വി ഷോ ദാറ്റ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ഒ, ആ എക്സ് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ ബോൾ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ഒ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ആൻഡ് വാട്ട് വി വിഷ് ടു പ്രൂവ് പ്രിസൈസ്ലി ഈസ് ദാറ്റ് ദ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ എക്സ് ആൻഡ് റേഡിയസ് 1/norm x ഇൻവേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ഒ. അതായത് ഈ ഓപ്പൺ ബോളിലെ എല്ലാവരും ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ സെറ്റ് തിയററ്റിക് ആർഗ്യുമെന്റ് നമ്മളൊരു വൈ ഈ ഓപ്പൺ ബോളിൽ ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എക്സും വൈയും തമ്മിലുള്ള അകലം 1/norm x ഇൻവേഴ്സിനേക്കാൾ ചെറുതാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിമാർക്ക് പ്രകാരം
നമുക്ക് എക്സ് മൈനസ് വൈ എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ റിമാർക്ക് ഇതാണ്, എക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് കരുതുക. വൈ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ പ്രത്യേകത നോം വൈ ലെസ് ദാൻ 1 നോം എക്സ് ഇൻവേഴ്സ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കരുതുന്നത്. എക്സ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, ഫോർ എക്സ് ബിലോങ്സ് ടു എക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് എടുത്തിട്ടുണ്ട്. നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1 നോം എക്സ് ഇൻവേഴ്സ് ആണെന്ന്. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന എലമെന്റിന്റെ നോം 1 നോം എക്സ് ഇൻവേഴ്സിനേക്കാൾ ചെറുതാണെന്ന് കിട്ടും. അതിന്റെ അർത്ഥം ആ റിമാർക്ക് പ്രകാരം എക്സ് മൈനസ് വൈ ഇൻവേർട്ടിബിൾ ആണെന്നാണ്. അതായത് വൈ ഇൻവേർട്ടിബിൾ ആണ്, അതായത് വൈ ബിലോങ്സ് ടു ഒ എന്ന് കിട്ടും. അതായത് എക്സ് ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ് ഓഫ് ഒ ആൻഡ് ഹെൻസ് ഒ വിൽ ബി ആൻ ഓപ്പൺ സബ്സെറ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഇതൊക്കെ ഓപ്പറേറ്റേഴ്സിനും ബാധകമാവാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ബനാക് ഓൾജിബ്രയ്ക്ക് എക്സാമ്പിൾ ആണ്. എൽ ഓഫ് എക്സ് എന്നത് വേർ എക്സ് ഇസ് എ ബനാക് സ്പേസ്, എൽ ഓഫ് എക്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബനാക് ഓൾജിബ്ര. അവിടെ അഡീഷൻ, സാധാരണ ഓപ്പറേറ്റേഴ്സിന്റെ അഡീഷൻ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഓപ്പറേറ്ററിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആൻഡ് പ്രൊഡക്റ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് ഒരു എന്താ പറയേണ്ടത്, ഒരു എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ആണ് എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെയും ബാധകം. അപ്പം നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വളരെ സീരിയസ് ആയിട്ട് ബനാക് ഓൾജിബ്ര നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു അതിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം ഒരു സെറ്റിൽ നമ്മൾ എ എന്ന് പറയുന്നത് ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആദ്യം ഒരു ഓപ്പറേഷൻ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ആ അഡീഷനോടനുബന്ധിച്ച് അത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അവിടുത്തെ ഓൾജിബ്ര തുടങ്ങുകയായി അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നു. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വെക്ടർ സ്പേസ് ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ലീനിയർ സ്പേസ് എന്ന് നമ്മൾ പറയുന്ന വെക്ടർ സ്പേസ്. പിന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്ത് അതിനെ ഒരു റിംഗ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ഓപ്പറേഷൻസ് ആയി അഡീഷൻ, പിന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷനോടും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനോട് അനുബന്ധിച്ച് വെക്ടർ സ്പേസ് ആയി, പിന്നെ അഡീഷൻ ആൻഡ് ദിസ് പ്രോഡക്റ്റ് അത് റിംഗ് ആയി. പിന്നെ ഇതെല്ലാം കോമ്പാറ്റിബിളും ആയിരിക്കണം. കോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആ ലീനിയാരിറ്റി, ആ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി കാര്യങ്ങളും ഒക്കെ പരസ്പരം ഓരോ ഓപ്പറേഷൻസിനോട് അനുബന്ധിച്ചും വേണം. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം, ആ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിനെ നമുക്ക് ഓൾജിബ്ര എന്ന് വിളിക്കാവുന്നതാണ്. ഓൾജിബ്ര. ഇതിനകത്ത് എവിടെയും അനാലിസിസ് ഒന്നുമില്ല. നമുക്ക് അബീലിയൻ ഗ്രൂപ്പ്, വെക്ടർ സ്പേസ്, റിങ്, അപ്പോൾ ബാക്കി എല്ലാ കണ്ടീഷൻസും വേണം കേട്ടോ. അതിൻ്റെ എന്താ പറയേണ്ടത്, ആ കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആൽഫ ഡോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആൽഫ ഡോട്ട് അല്ല, ആൽഫ എക്സ് പ്ലസ് വൈ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ച് ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ ആയിരിക്കണം. ആൽഫ പ്ലസ് ബീറ്റ എക്സ് ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ്. അത് ആ വെക്ടർ സ്പേസിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കേലാർ റിങ് എന്ന് പറയുമ്പോൾ ഈ അഡീഷനും ഈ മൾട്ടിപ്ലിക്കേഷനുമായിട്ടുള്ള ബന്ധം ഈ റിങ് വരുമ്പോൾ വരും. അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ടുള്ള ബന്ധം ഈ വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷനിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് വരും. പക്ഷേ ഈ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും റിങ്ങും തമ്മിലുള്ള ബന്ധം കൂടി കോമ്പാറ്റിബിൾ ആയിരിക്കണം. അതായത് ആൽഫ എക്സ് ഡോട്ട് വൈ എന്നതും ആൽഫ എക്സ് വൈ എന്നതും എക്സ് ആൽഫ വൈ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. ഇവിടെ എക്സും വൈയും എയിൽ നിന്നുള്ള എലമെൻസും ആൽഫ എന്ന് പറയുന്നത്
സ്കേലാറുമായിരിക്കും. എഫ് എന്നോ കെ എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം, പൊതുവെ കെ എന്നാണ് എടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം അതിനകത്ത് വരുന്ന കണ്ടീഷൻസ് ആയിരിക്കും. ഇപ്പോൾ റിങ്ങിൽ ആ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി കണ്ടീഷനും കാര്യങ്ങളും അസോസിയേറ്റിവിറ്റിയും എല്ലാം റിങ്ങിൽ നിന്ന് വരും, റിങ്ങിൻ്റെ ഡെഫിനേഷനിൽ വരും, ആൻഡ് വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷനിൽ ബാക്കിയെല്ലാം വരും. ഇതുകൂടിയാണ് അഡീഷണൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന പ്രയോഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക, ഓൾജിബ്ര. പിന്നെ നമ്മൾ ഒരു നോം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നോം, ഒരു നോമും കൂടി അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ നോംഡ് ഓൾജിബ്ര എന്ന് പറയും. നോംഡ് ഓൾജിബ്ര. ഇത്രയും കാര്യങ്ങളുണ്ട്. ഒരു നോം അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പം നോംഡ് ഓൾജിബ്ര എന്ന് നമ്മൾ പറയും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നോമിനോടനുബന്ധിച്ച് ഇത് കംപ്ലീറ്റ് ആവുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നോംഡ് ഓൾജിബ്ര എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് നോംഡ് ഓൾജിബ്ര ആണെങ്കിൽ ഒരു കണ്ടീഷനും കൂടി വേണേ. ഈ നോം ആണ് എന്ന് പറയുമ്പോൾ നോം എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈയും കിട്ടും, നോം ആൽഫ എക്സ് ഈക്വൽ ടു മോഡ് ആൽഫ ഇൻറ്റു നോം എക്സും കിട്ടും. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷനോടനുബന്ധിച്ചും അത് നമുക്ക് വരണം. അപ്പം നോം എക്സ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ എന്ന കണ്ടീഷനും കൂടി വരുമ്പോഴാണ് നമ്മളതിനെ നോംഡ് ഓൾജിബ്ര എന്ന് വിളിക്കുക. അപ്പോൾ ബേസിക്കലി ഈ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റിയിൽ നിന്ന് നോം എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. അതുപോലെ നോം ആൽഫ എക്സ് ഈക്വൽ ടു മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് കിട്ടുന്ന കാര്യം സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആണെന്നുള്ളതാണ്. അതുപോലെ നോം എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് നോം വൈയിൽ നിന്ന് കിട്ടുന്ന കാര്യം ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ്. അതാണ് അനാലിസിസിലേക്ക് വരുമ്പോൾ ഈ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആകാൻ പാകത്തിനുള്ള ആക്സിയംസ് ആണ് അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോംഡ് ഓൾജിബ്ര എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ ഈ നോം കംപ്ലീറ്റും കൂടിയാണ്, ഈ കംപ്ലീറ്റ്നെസ്സും കൂടി നമുക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ബനാക് ഓൾജിബ്ര. ബനാക് ഓൾജിബ്ര. ആ കംപ്ലീറ്റ്നെസ്സും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കമ്മ്യൂട്ടേറ്റീവ് ബനാക് ഓൾജിബ്ര എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ബനാക് ഓൾജിബ്ര. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സംബന്ധിച്ചിടത്തോളം ബനാക് ഓൾജിബ്ര എന്ന് വിളിക്കണമെങ്കിൽ യൂണിറ്റും കൂടി വേണം, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും കൂടി വേണം. അതങ്ങനെ നിർബന്ധമില്ല പല ടെക്സ്റ്റ് ബുക്കുകളിലും. പിന്നെ അതായത് യൂണിറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പറയുക യൂണിറ്റൽ ബനാക് ഓൾജിബ്ര എന്നാണ് മറ്റു പല ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എനിവേ നമുക്ക് ഇൻവേർട്ടിബിലിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി എ യൂണിറ്റൽ ബനാക് ഓൾജിബ്ര. പിന്നെ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി യൂണിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് യൂണിറ്റൈസേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ പദങ്ങളുടെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ആർജിച്ചെടുത്തിട്ടുള്ള നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഓൾജിബ്രായിക് ആൻഡ് അനാലിസിസ്, ഓൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് ആൻഡ് അനാലിസിസ് കോൺസെപ്റ്റ്സ് ആണ്. അബീലിയൻ ഗ്രൂപ്പ് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കുന്നു, വെക്ടർ സ്പേസും പഠിക്കുന്നുണ്ട്, റിങ്ങും പഠിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഓൾജിബ്ര എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. നോം അതിൻ്റെ കൃത്യമായ സെൻസിലൊന്നും നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ ചില പർട്ടിക്കുലർ എക്സാമ്പിൾസ് ആയ ആബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷനൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ കാണുന്നുണ്ടെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ വരുമ്പോഴാണ് നമ്മൾ നോംഡ് ആൾജിബ്രയും അല്ലെങ്കിൽ നോംഡ് ഓൾജിബ്ര ആയിട്ടുള്ള അല്ലെങ്കിൽ നോം എന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്നെസ്സും നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ റിയൽ സീക്വൻസിൻ്റെ കാര്യത്തിലും കോംപ്ലക്സ് സീക്വൻസിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ റിയൽ സ്പേസിൻ്റെ കാര്യത്തിലും കോംപ്ലക്സ് സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ കംപ്ലീറ്റ് ആണ് എന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും ജനറലി ഒരു മെട്രിക് സ്പേസിൻ്റെ കംപ്ലീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. എനിവേ ആ ടെർമിനോളജീസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ബനാക് ഓൾജിബ്ര, യൂണിറ്റൽ ബനാക് ഓൾജിബ്രയെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എല്ലായ്പ്പോഴും യുണീക്ക് ആയിരിക്കും, ഒരേ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. സാധിക്കുമെങ്കിൽ അത് നമ്മൾ ആദ്യം മുതലേ ഒക്കെ എന്താ പറയുക അബീലിയൻ ഗ്രൂപ്പും റിങ്ങും ഒക്കെ പഠിക്കുമ്പോഴേ പലവട്ടം പ്രൂവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതെല്ലാം. അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. നമുക്കറിയാലോ റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റിങ് തിയററ്റിക് പ്രോപ്പർട്ടിയിൽ വരുന്ന അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ വരുന്ന
ഐഡന്റിറ്റി ആണല്ലോ റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, അത് യുണീക്ക് ആണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കാണേണ്ടത്. E1 E2 രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ E1നെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് പരിഗണിച്ചാൽ E1 E2 എന്ന് പറയുന്നത് E2 ആണെന്നും E2 ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് പരിഗണിച്ചാൽ E1 E2 എന്ന് പറയുന്നത് E1 ആണെന്നും കിട്ടും. അപ്പോൾ പക്ഷേ E1 E2 എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ E1 E2 സെയിം ആണെന്ന് കിട്ടും. പിന്നെ ഒരു എലമെന്റ് ഒരു ബനാക് ആൾജിബ്രയിൽ ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ബനാക് ആൾജിബ്ര ഒന്നും ആവണമെന്നില്ല കേട്ടോ, ഒരു ആൾജിബ്രയിലെ കാര്യം മാത്രമായിട്ട് അത് പറയാം. നമുക്കത് വളരെ ബേസിക് ലെവലിൽ, അതായത് അനാലിസിസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, പ്യുവർ ആൾജിബ്രായിക് കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും യൂണീക്ക് ആയിരിക്കും എന്നുള്ളതാണ്. സാധിക്കുമെങ്കിൽ എക്സ് എന്ന് പറയുന്ന എലമെന്റിന് x1 x2 എന്നിങ്ങനെ രണ്ട് ഇൻവേഴ്സസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അർത്ഥം x1 ഇൻവേഴ്സ് ആയതുകൊണ്ട് x1 E ആണ്, x1 x E ആണ്. x2 ഇൻവേഴ്സ് ആയതുകൊണ്ട് x2 ഉം x2 x ഉം E ആണ്. ഇനി x1 എന്ന് പറഞ്ഞാൽ നമുക്ക് x1 E എന്ന് എഴുതാം. ഈ E-യെ നമ്മൾ x2 എന്ന് എഴുതുക, അസോസിയേറ്റിവിറ്റി ഉപയോഗിക്കുക. അപ്പോൾ x1 x എന്ന് പറഞ്ഞാൽ E ആണ്, E x2 എന്ന് കിട്ടും, ആൻഡ് യു ഗെറ്റ് ഇറ്റ് ആസ് x2. സോ അൾട്ടിമേറ്റ്ലി യു ഗെറ്റ് ദാറ്റ് x1 ആൻഡ് x2 ആർ ഈക്വൽ. സോ വേണമെങ്കിൽ ഒരു എലമെന്റിന് ബനാക് ആൾജിബ്രയിൽ ഒരു എലമെന്റിന് ഇൻവേഴ്സ് ഇല്ലാതെ വരാം, പക്ഷേ ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അനദർ തിങ് ഈസ് ദാറ്റ്, റിമെമ്പർ നമ്മളിവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി അസ്യൂം ചെയ്യുന്നില്ല കേട്ടോ. അതായത് കമ്മ്യൂട്ടേറ്റീവ് ബനാക് ആൾജിബ്രാന്നോ കമ്മ്യൂട്ടേറ്റീവ് ആൾജിബ്രാന്നോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ രണ്ട് എലമെന്റ്സ്, ഒരു ആൾജിബ്രയിൽ രണ്ട് എലമെന്റ്സ് എക്സും എക്സ് വൈയും, എക്സ് എന്ന എലമെന്റും എക്സ് വൈ എന്ന എലമെന്റും ഇൻവേർട്ടിബിൾ ആണെങ്കിൽ വൈയും ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന കാര്യം. അതൊരു ആൾജിബ്രായിക് ആയിട്ടാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നത്. ഈ വൈയുടെ ഇൻവേഴ്സ് ഈ സെഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സെഡ് എടുക്കുന്നതിൽ പ്രശ്നമില്ല. എക്സ് വൈ ഇൻവേർട്ടിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അതിന് എക്സ് വൈക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ട്. നോക്കൂ, ഇതിനെ നിങ്ങൾ ഈ എക്സ് വൈയുടെ ഇൻവേഴ്സിനെ വൈ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം വൈ ഇൻവേർട്ടിബിൾ ആണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ആ സന്ദർഭത്തിൽ എക്സ് വൈയുടെ ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതുന്നത് ശരിയല്ല, കാരണം വൈക്ക് ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് വൈക്ക് ഇൻവേഴ്സ് ഉണ്ട്, അപ്പോൾ സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ ഇൻവേഴ്സ് എക്സ് എന്നെടുക്കുന്നു. എന്നിട്ട് നമ്മൾ തെളിയിക്കുകയാണ് ഈ സെഡ് എന്ന് പറയുന്നത് വൈയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് വൈ സെഡ് എന്ന് പറയുന്നതും ഇ ആയിരിക്കും, സെഡ് വൈ എന്ന് പറയുന്നതും ഇ ആയിരിക്കും. നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാക്കി എല്ലാ ബനാക് ആൾജിബ്രയുടെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഒന്നും യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ ആൾജിബ്രയുടെ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. ആൾജിബ്രായിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് സർപ്രൈസിങ് തിങ് ഈസ് ദാറ്റ് അതൊന്നും നമ്മുടെ സിലബസിൽ നമ്മളത് ഇല്ല. പണ്ടത്തെ സിലബസിലൊക്കെയാണ് ഇത് ഉണ്ടായിരുന്നു. ഈ നമ്മളിങ്ങനെ എന്താ പറയുക, വേറിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചറിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അപ്പോൾ പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ആൾജിബ്രായിക് ആയിട്ടുള്ള ഈ കോൺസെപ്റ്റും അനാലിറ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ സ്പെക്ട്രൽ റേഡിയസ് ഫോർമുല എന്നൊക്കെ പറയുന്ന ഒരു ഫോർമുല വരുമ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ സിലബസിൽ അതില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് രണ്ടും എന്താ പറയുക, ഇവ തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അത് എന്താ പറയുക, വേറിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളല്ല, പരസ്പരം ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അനാലിസിസ് പാർട്ട് അവിടെ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്പെക്ട്രവും അതിൻ്റെയൊക്കെ സ്പെക്ട്രം ഡിഫൈൻ ചെയ്ത് സ്പെക്ട്രൽ റേഡിയസ് ഫോർമുല എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ബനാക് ആൾജിബ്രയിൽ ഒരു സ്പെക്ട്രത്തിനുണ്ടാകാവുന്ന മാക്സിമം മോഡുലസ് വാല്യൂ എന്താണെന്നുള്ളത്. സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. സ്പെക്ട്രൽ വാല്യൂ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്ത പോലെ, ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു സ്പെക്ട്രം നമ്മൾ ബനാക് ആൾജിബ്രയിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടാൽ, നമുക്ക് ആ സ്പെക്ട്രൽ അതിൻ്റെ ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അനാലിസിസ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ നോം ഒരു ഓപ്പറേറ്ററിൻ്റെ നോം എന്ന് പറയുന്നത് അതിൻ്റെ അനാലിസിസ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതേസമയം സ്പെക്ട്രൽ റേഡിയസ് ഫോർമുല എന്ന് പറയുന്നത് ആൾജിബ്രായിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾജിബ്രായിക് കോൺസെപ്റ്റാണ്. സ്പെക്ട്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആകുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ് മൈനസ് ലാംഡ ഈ ഇൻവേർട്ടിബിൾ ആകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സോ അതൊരു ആൾജിബ്രായിക് ക്വസ്റ്റ്യൻ ആണ് ഇൻവേർട്ടിബിലിറ്റി എന്ന് പറയുന്നത്.
എനിവേ ഫൈൻ. സോ ദിസ് ഈസ് എ വെരി ഡയറക്റ്റ് പ്രൊസീജിയർ. ZY എന്ന് പറയുന്നത് നിങ്ങൾ Z എന്ന് പറഞ്ഞ് ഇതാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ XY ഇൻവേഴ്സ് XY. അപ്പോൾ XY ഇൻവേഴ്സിന് XY കൊണ്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ന് കിട്ടും. യു ഗെറ്റ് ദാറ്റ്. ഇനി തിരിച്ച് നമ്മൾ ചെറിയ ഓൾജിബ്രൈക് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ടി വരും. YZ ഈക്വൽ ടു സെഡിന് പകരം അത് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ Y എന്നുള്ളതിന് പകരം നമ്മൾ ആദ്യം EY എന്ന് എഴുതും. പിന്നെ ആ ഇക്ക് പകരം X ഇൻവേഴ്സ് X എന്ന് എഴുതും. പിന്നെ അസോസിയേറ്റിവിറ്റി ഉപയോഗിക്കും. അപ്പോൾ ആ മിഡിൽ പാർട്ടിൽ XY ഇൻവേഴ്സ് എന്ന് വരും. അത് E ആവും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി YZ എന്ന് പറയുന്നത് E ആണെന്ന് കിട്ടും. ഓക്കെ, പ്യുവർ ഓൾജിബ്രൈക് കൈൻഡ് ഓഫ് തിങ്. എല്ലാ റിസൾട്ടുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ടിപ്പിക്കൽ ഓൾജിബ്ര റിസൾട്ടുകളാണ്. XYയും YXും ഒരു ഓൾജിബ്രയിൽ XYയും YXും ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ Xും Yയും ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ഉള്ള പോലെ Z എന്നുള്ളത് XYയുടെ ഇൻവേഴ്സ്, XYക്ക് ഇൻവേഴ്സ് ഉണ്ട്, XYയുടെ ഇൻവേഴ്സ് X. ഇതാണ് Yയുടെ ഇൻവേഴ്സ് എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അതായത് ZYയും YZും E ആണെന്ന് തെളിയിക്കും. ZY E ആണെന്ന് പെട്ടെന്ന് കിട്ടും. ZY എന്ന് പറഞ്ഞാൽ XY ഇൻവേഴ്സ് XY, അതിന് E എന്ന് കിട്ടും. ഇനി YZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത തന്നെ, നേരത്തെയുള്ള അതേ കാര്യം തന്നെ നമുക്ക് കിട്ടും. YZ എന്ന് പറഞ്ഞാൽ Y XY ഇൻവേഴ്സ് X. പക്ഷെ നമുക്ക് നേരത്തെ എടുത്ത പോലെ നമുക്ക് X ഇൻവേഴ്സ് X ഒന്നും വരാൻ പാടില്ലല്ലോ. കാരണം നേരത്തെ നമ്മൾ X ഇൻവേർട്ടിബിൾ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിനെ വേറെ രീതിയിലാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ YXY ഇൻവേഴ്സ് X എന്നുള്ളതിൽ E ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആ ഇക്ക് പകരം YX ഇൻവേഴ്സ് YX എന്ന് എഴുതും. YX ഇൻവേഴ്സ് YX. എന്നിട്ട് ഈ മിഡിൽ പാർട്ടിൽ നമ്മൾ അസോസിയേറ്റിവിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ YX ഇൻവേഴ്സ് Y ഇവിടെ XY ആവും. അപ്പോൾ XYയും അതിൻ്റെ ഇൻവേഴ്സും കൂടി ഐഡൻറ്റിറ്റി ആവും. അപ്പോൾ നമുക്ക് YX ഇൻവേഴ്സ് YX എന്ന് വരും. അത് ഐഡൻറ്റിറ്റിയാണ് കിട്ടും. അപ്പോൾ ഈ Z എന്ന് പറയുന്നത് Yയുടെ ഇൻവേഴ്സ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ YX ഇൻവേഴ്സ് Y എന്നെടുക്കും. അതാണ് എക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് നമ്മൾ തെളിയിക്കും. അപ്പോൾ VX എന്നുള്ളത് E ആണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി XV എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ XV എഴുതും. എന്നിട്ട് E കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഇക്ക് പകരം XY ഇൻവേഴ്സ് XY എന്ന് എഴുതും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. XY ഇൻവേഴ്സ് XY എന്ന് എഴുതും. പിന്നെ നടുക്ക് അഗെയിൻ നമ്മൾ അസോസിയേറ്റിവിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ XY ഇൻവേഴ്സ് X, YXൻ്റെ ഇൻവേഴ്സ് Y. അപ്പോൾ YXും YXൻ്റെ ഇൻവേഴ്സ് E ആവും. പിന്നെ നമുക്ക് ബാക്കി XYയുടെ ഇൻവേഴ്സും XY എന്നും വരും. അത് E ആണെന്ന് കിട്ടും. ഓക്കെ, സോ എക്സും ഇൻവേർട്ടിബിൾ ആണെന്നും എക്സിൻ്റെ ഇൻവേഴ്സ് ഈ V ആണെന്നും, V എന്ന് പറഞ്ഞാൽ YX ഇൻവേഴ്സ് Y ആണെന്നും നമുക്ക് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് E മൈനസ് YX എന്ന് പറയുന്ന എലമെന്റ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ E മൈനസ് XYയും ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പിന്നീട് അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊന്നും പഠിക്കണമില്ല. എങ്കിലും E മൈനസ് YX ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ E മൈനസ് XYയും ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ Z എന്ന് പറയുന്ന എലമെന്റ് എടുക്കുന്നത് E പ്ലസ് X E മൈനസ് YXൻ്റെ ഇൻവേഴ്സ്. E മൈനസ് YX ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതിൽ പ്രശ്നമില്ല. E മൈനസ് YXൻ്റെ ഇൻവേഴ്സ് Y എന്നത്. ഈ Z ആണ് E മൈനസ് XYയുടെ ഇൻവേഴ്സ് എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതായത് E മൈനസ് XY ഇൻറ്റു Zഉം Z ഇൻറ്റു E മൈനസ് XYയും E ആണ് എന്ന് തെളിയിക്കും. അപ്പോൾ Z ഇൻറ്റു E മൈനസ് XY എന്ന് പറഞ്ഞാൽ Z പകരം ഇത് എഴുതുന്നു E മൈനസ് XY. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം E ഡോട്ട് E അത് E ആണ്. പിന്നെ E ഡോട്ട് XY അത് XY ആണ്. മൈനസ് ഇവിടെയുണ്ട്, മൈനസ് XY. പിന്നെ X E മൈനസ് YX ഇൻവേഴ്സ് YE അതായത് X E മൈനസ് YX ഇൻവേഴ്സ് Y. പിന്നെ ഈ ലാസ്റ്റ് 2 എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് എഴുതിയിട്ടുള്ളത്. X E മൈനസ് YX ഇൻവേഴ്സ് Y ഇൻറ്റു XY എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ
ടേമുകളെല്ലാം ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം അതുപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ അടുത്തതിൽ ഈ എക്സും ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സും അങ്ങനെ എഴുതിയിട്ട് ഈ വൈ എക്സ് എന്നുള്ളതിന് പകരം വൈ എക്സ് മൈനസ് ഇ പ്ലസ് ഇ എന്ന് എഴുതും. എന്നിട്ട് അടുത്തതിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഈ ടേം സെയിം തന്നെ, ഈ ടേം സെയിം തന്നെ, ഈ ടേം സെയിം തന്നെ. ഇനി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സ് വൈ എക്സ് മൈനസ് ഇ വൈ, വൈ എക്സ് മൈനസ് ഇ ഇൻറ്റു വൈ. അതുപോലെ എക്സ് ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സ് ഇ വൈ, അതായത് വൈ എക്സ് മൈനസ് ഇ ഒറ്റ ടേമായിട്ടും ഈ അടുത്ത ടേമായിട്ടും പരിഗണിച്ചിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ ഈ ടേം, ഈ ആദ്യത്തെ ടേമുകളൊക്കെ അതുപോലെ തന്നെ, ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എക്സ്പ്രഷൻ അതുപോലെ തന്നെ. ഈ നാലാമത്തെ എക്സ്പ്രഷനിൽ നോക്കൂ, ഇവിടെ ഇ മൈനസ് വൈ എക്സിന്റെ ഇൻവേഴ്സും ഇത് വൈ എക്സ് മൈനസ് ഇയും ആണ്. അതിനെ നമുക്ക് മൈനസ് ഓഫ് ഇ മൈനസ് വൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ ഇ മൈനസ് വൈ എക്സിന്റെ ഇൻവേഴ്സിനെ ഇ മൈനസ് വൈ എക്സ് കൊണ്ട് പ്രൊഡക്റ്റ് എടുത്താൽ ഇ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ആകെ പിന്നെ എക്സ് വൈ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സ് വൈ എന്ന് വരും. അപ്പം നമുക്ക് ആ ടേമുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാ എക്സ് വൈ ക്യാൻസൽ ചെയ്ത് പോകും, എക്സ് ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സ് വൈയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഇ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തിരിച്ച് ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു സെഡ് എടുക്കുമ്പോൾ ഇ മൈനസ് എക്സ് വൈ സെഡിന് പകരം അത് എഴുതുന്നു. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉപയോഗിച്ചിട്ട് ഈ 4 ടേമുകളും പ്രോഡക്റ്റ് എടുത്ത് എഴുതുന്നു. എന്നിട്ട് ആദ്യത്തെ 3 ടേമുകളും അങ്ങനെ തന്നെ. ഇവിടെ ഈ വൈ എക്സിന് പകരം വൈ എക്സ് മൈനസ് ഇ പ്ലസ് ഇ എന്ന് എഴുതുന്നു. അടുത്തതിൽ ഈ 3 ടേമുകൾ ഇതുപോലെ തന്നെ എഴുതും. ഈ വൈ എക്സ് മൈനസ് ഇ ഒറ്റ ടേമും ഈ അടുത്ത ടേമായിട്ട് പരിഗണിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതും. അതാണ് വൈ എക്സ് ഉണ്ടാവും ഇവിടെ, വൈ എക്സ് മൈനസ് ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സ് വൈ, എക്സ് ഇ മൈനസ് വൈ എക്സ് ഇൻവേഴ്സ് വൈ എന്ന്. അവിടെ നേരത്തെ ഉള്ള പോലെ ഈ വൈ എക്സ് മൈനസ് ഇയിൽ ഒരു മൈനസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇ മൈനസ് വൈ എക്സ് ആവും. അപ്പോൾ അടുത്തതിൽ അത് പ്ലസ് എന്നായിട്ട് നേരത്തെ കിട്ടിയ പോലെ തന്നെ നമുക്ക് കിട്ടും. Is that okay? Yes, sir. അപ്പോൾ ഇ മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് കിട്ടും. Now, next result is എക്സ് എന്ന് പറയുന്നത് ബനാക് ഓൾജിബ്ര അല്ലെങ്കിൽ ഒരു ഓൾജിബ്രയിലെ ഒരു എലമെന്റ് ആണ് വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് നോം എക്സ് ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് മൈനസ് ഇ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് നോം എക്സ്. അത് വളരെ എളുപ്പത്തിൽ കിട്ടും. എക്സ് നോം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇ മൈനസ് എക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. എന്ന് മാത്രമല്ല ഈ ഇ മൈനസ് എക്സിന്റെ ഇൻവേഴ്സ് എന്നുള്ളത് ഇ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സിട്ര ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് മൈനസ് ഇ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സിട്ര എന്ന് കിട്ടും. അപ്പോൾ ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് മൈനസ് ഇ മൈനസ് എക്സിന്റെ നോം എന്ന് പറഞ്ഞാൽ നോം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സിട്ര എന്ന് കിട്ടും. നോമിന്റെ കണ്ടിന്യൂറ്റിയും ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റിയും ഉപയോഗിച്ചാൽ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ. അതുപോലെ നോമിന്റെ പ്രോപ്പർട്ടി സബ് മൾട്ടിപ്ലിക്കേറ്റീവ് ഓൾജിബ്ര ആണ് എന്നുള്ള ആ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോം എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് നോം വൈ എന്ന പ്രോപ്പർട്ടിയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോം എക്സ് സ്ക്വയർ പ്ലസ് നോം എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു റിയൽ നമ്പർ ആണ്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം നോം എക്സ് സ്ക്വയർ ആൻഡ് റേഷ്യോ നോം എക്സ്. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് നോം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് നോം എക്സ് ആയിരിക്കും. Is that okay? Yes, sir. Then we prove one more result. X ഒരു ഇൻവേർട്ടിബിൾ എലമെന്റ് ആണ്. നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1 ബൈ നോം എക്സ് ഇൻവേഴ്സ് ആണ്. ഇപ്പം ഇവിടെയൊക്കെ ഞാൻ ഓൾജിബ്ര എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നോംഡ് ഓൾജിബ്ര ആയിരിക്കണം കേട്ടോ. നോംഡ് ഓൾജിബ്ര അല്ലെങ്കിൽ ഈ നോം ഒന്നും പറഞ്ഞതിൽ മീനിങ് ഇല്ല. ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റൻ അങ്ങനെ തന്നെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ എഴുതിയത്. When we say algebra, it means normed algebra or a Banach algebra. You may understand that as a Banach algebra. വെറുതെ ഓൾജിബ്രയിൽ നമ്മൾ നോം ഇല്ലല്ലോ നമുക്ക്. Okay. If X is an invertible element of a normed algebra or a Banach algebra, norm X minus Y less than 1 by norm X inverse ആണെങ്കിൽ Y invertible ആണ് എന്നും
ഇത് ഒരുപക്ഷെ നമ്മൾ ഇല്ല, നമ്മുടെ സിലബസിൽ ഇല്ലെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഇത് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാക് ആൾജിബ്രയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം ഓപ്പറേറ്റേഴ്സിനും ശരിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഈ y എന്നുള്ളതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈ എക്സിനെ നമുക്ക് എക്സ് എന്ന് എഴുതാം. ഈ y മൈനസ് എക്സിനെ നമുക്ക് ഇ ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് എഴുതിയാൽ ഇക്ക് പകരം എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് വൈ മൈനസ് എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്ന കാര്യം, നമുക്ക് എക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സും കൂടി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഇൻവേർട്ടിബിൾ ആണെന്നും വൈ ഇൻവേർട്ടിബിൾ ആണെന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി നോക്കൂ, നമുക്കറിയാം ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ നോം ലെസ് ദാൻ 1 ആണ് എങ്കിൽ ഇ മൈനസ് ദാറ്റ് എലമെൻറ്റ് എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആണ് എന്നറിയാം. അപ്പോൾ മൈനസ് നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സിൻ്റെ നോം ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മൈനസ് നോം എക്സ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സും എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സിൻ്റെ രണ്ടുപേരുടെയും നോം ഒന്ന് തന്നെയാണ്. സോ നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നോമിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ മൈനസ് എക്സ് ആണ്. നമ്മുടെ അസംഷൻ പ്രകാരം ദിസ് ഈസ് ലെസ് ദാൻ 1. അതിൻ്റെ അർത്ഥം ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻവേർട്ടിബിൾ ആണ് എന്നാണ്. എക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതായത് വൈ ഇൻവേർട്ടിബിൾ ആണ് എന്ന് കിട്ടും. ഇസ് ദാറ്റ് ഓക്കെ? എന്തായിരിക്കും ആ വൈയുടെ ഇൻവേഴ്സ്? വൈയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ എന്ന് പറഞ്ഞാൽ ദാ എക്സ് ഇൻറ്റു ദിസ് എലമെന്റ് ആണല്ലോ. ഇവർ രണ്ടുപേരും ഇൻവേർട്ടിബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വൈയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഇതാ വൈ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that will be equal to e plus sigma k equal to 1 to infinity. നമുക്കറിയാലോ ഇ പ്ലസ് എക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇ മൈനസ് എക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സോറി ഒരു സെക്കൻഡ്. Am I audible? Yes, sir. Okay. So this will be equal to, already നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, ഇ പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എക്സ് ഇൻവേഴ്സ് വൈ മൈനസ് എക്സ് ഓൾ റൈസ് ടു കെ എന്ന് നമുക്ക് കിട്ടും. അതായത് ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഓൾ ഇൻവേഴ്സ് മൈനസ് ഈ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യു വിൽ ഗെറ്റ് ദാറ്റ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഓൾ റൈസ് ടു കെ എന്ന് കിട്ടും. അപ്പോൾ വൈ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വൈ ഇൻവേഴ്സ് എന്താണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് അതേപടി എഴുതുന്നു, മൈനസ് എക്സ് ഇൻവേഴ്സ്. അവിടെ നമുക്ക് എന്താ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇ പ്ലസ് ദിസ് ടേം മൈനസ് ഇ ഹോൾ ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതാ ഈ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ആണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് എന്താന്ന് കിട്ടി? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എക്സ് ഇൻവേഴ്സ് ഓൾ റൈസ് ടു കെ വൈ മൈനസ് എക്സ് ഓൾ റൈസ് ടു കെ ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് നമുക്ക് വരും. ആൻഡ് ദിസ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity. നോക്കൂ,
ഇനി നോം എടുക്കുന്നു, രണ്ട് സൈഡിലും നോം എടുക്കുക. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റിയും നോമിൻ്റെ കണ്ടിന്യൂറ്റിയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity നോം എക്സ് ഇൻവേഴ്സ് പവർ കെ നോം വൈ മൈനസ് എക്സ് പവർ കെ നോം എക്സ് ഇൻവേഴ്സ് എന്ന് വരും. ഇതൊരു റിയൽ പോസിറ്റീവ് സീരീസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് സാധാരണ ഇതൊരു ജോമെട്രിക് സീരീസ് ആണെന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ നോം എക്സ് ഇൻവേഴ്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ മൈനസ് എക്സ് ആൻഡ് റേഷ്യോ കോമൺ റേഷ്യോ നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് നോം എക്സ് ഇൻവേഴ്സ് സ്ക്വയർ ഇൻറ്റു നോം വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ് നമ്മുടെ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ജോമെട്രിക് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ് ഓഫ് കോഴ്സ് ദ റേഷ്യോ ഹാസ് അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1. റേഷ്യോ എന്ന് പറയുന്നത് നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ മൈനസ് എക്സ് ആണ്. നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ മൈനസ് എക്സ് ലെസ് ദാൻ 1 ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ട് അത് കൺവേർജൻ്റ് ആണെന്നും അതിൻ്റെ സം എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് കിട്ടും. ഇസ് ദാറ്റ് ഓക്കെ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ നിർത്താം. Okay, I shall stop.